നമസ്കാരം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ആൻസർ കീയാണ് ഇവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ദിവസവുമുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ അതേപടി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ നന്നായി എഴുതാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, select the antonym of the word plaintive. Dejected, delighted, sad, doleful. Plaintive എന്നാൽ sad, doleful എന്നൊക്കെയാണ്. ബാക്കി മൂന്നെണ്ണവും ഇതിന്റെ സിനോണിം ആണ്. ഡിജക്റ്റഡ്, സാഡ്, ഡോൾഫുൾ. അപ്പോൾ അതിന്റെ അന്റോണിം, ചോദ്യം അന്റോണിം ആണ്. ഡിലൈറ്റഡ് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. നെഗ്ലിജൻസ്, ഇൻഡോളൻസ്, അസിഡ്യൂറ്റി, ഐഡൽനെസ്. ഡിലിജൻസ് എന്നാൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സിനോണിമായി വരുന്നത് അസിഡ്യൂറ്റി. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓർ ദ അണ്ടർലൈൻ പോർഷൻ ഓഫ് ദ സെന്റൻസ് ഗിവൻ ബിലോ. ഐ വിൽ ഡൈ ബിഫോർ ഐ yield. ആഡ്വർബ്, ആഡ്വർബ് ഫ്രേസ്, ആഡ്വർബ് ക്ലോസ്, അഡ്ജക്റ്റീവ്. ഇവിടെ ഡൈ എന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന, മോഡിഫൈ ചെയ്യുന്ന ഒരു ക്ലോസ് ആണിത്. ബിഫോർ ചേർത്തിട്ട് എഴുതിയിരിക്കുന്നു. ഇത് ആഡ്വർബ് ക്ലോസ് ആണ്. Spot the error in the following sentence. 100 rupees are not a big sum of money for the students. ഇവിടെ 100 rupees എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ആറല്ല ഇവിടെ വരേണ്ടത്, ഈസ് ആണ്. അപ്പോൾ രണ്ടാമത്തേതിലാണ് എറർ. 100 rupees is not a big sum of money. Pick the indirect form of the sentence given below from the options. Ram said to his brother, "Where are you going?" സെന്റൻസ് തന്നിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വേർ ആർ യു ഗോയിങ്, വേർ ഹി വാസ് ഗോയിങ് എന്നാവണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. വേർ ഇവിടെ പലരും തെറ്റിച്ചിട്ടുണ്ടാവും. വേർ വാസ് ഹി ഗോയിങ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലല്ല, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണം എഴുതാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഓക്സിലറി വെർബ് അല്ല വരേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അതിനുശേഷമേ ഓക്സിലറി വരാവൂ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ് ഗിവൻ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. ദേ വെയർ ബീറ്റിംഗ് ദ ബോയ്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ദേ വെയർ ബീറ്റിംഗ്. അപ്പൊ നമ്മൾ പാസീവ്സിലേക്ക് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആ രൂപത്തിൽ വേണം എഴുതാൻ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബോയ് ആണ്. ദ ബോയ് സിംഗുലർ ആൻഡ് വാസ് എടുക്കുന്നു. ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. അടുത്തത്, പിക്ക് ദി പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഇൻഡെക്സ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളായിരുന്നു. ഇൻഡെക്സിന്റെ ഇൻഡെക്സസ് എന്നും വരാം, ഇൻഡീസസ് എന്നും വരാം. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ ഇൻഡീസ് എന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. ഇങ്ങനെയല്ല എഴുതുക, ഇതാണ് സ്പെല്ലിംഗ്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഉള്ളതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇൻഡെക്സസും ഇൻഡീസസും കറക്റ്റ് ആണ്. അടുത്തത്, ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ അറ്റ്, ഇൻ, അപ്പോൺ, ഓൺ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരു മീറ്റിംഗ് പോയിന്റിനെ പറ്റി പറയുമ്പോൾ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ, ഒരു മീറ്റിംഗ് പോയിന്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അറ്റ് എന്ന പ്രൊപ്പോസിഷൻ ആണ്. ലെറ്റ്സ് മീറ്റ് അറ്റ് ദി തിയേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് ടു എക്സാമിൻ വൺസ് ഓൺ തോട്ട്സ്. ഒരു ചെറിയ തെറ്റുണ്ട്. വൺസ് ഓൺ ഇതാണ്. വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഉത്തരം ഇൻട്രോസ്പെക്ഷൻ ആണ്. ഒരു സ്വയം ആത്മപരിശോധന, അതാണ് ഇൻട്രോസ്പെക്ഷൻ. His face was dashed after the street fight. ഉത്തരം ബ്ലാക്ക് ആൻഡ് ബ്ലൂ. മുഖത്തെ ഒരു വഴക്കിന് ശേഷം ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന പാടുകൾ, ഇടിയും ഒക്കെ കൊള്ളുമ്പോഴുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ മാർക്കുകളൊക്കെ, ചതഞ്ഞ പാടുകൾ, അതിനൊക്കെയാണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന ഐഡിയ കൊണ്ട് അർത്ഥമാക്കുന്നത്, ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഹിസ് ഫേസ് വാസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ് എന്നാണ് വരേണ്ടത്. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും 10ൽ 9 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറേയേറെ പേർക്ക് ഫുൾ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും.
ഇംഗ്ലീഷ് ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ഈ പരീക്ഷയിൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ദിവസമുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകളിൽ എല്ലാ ദിവസവും റെഗുലറായി ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7:30 ഉണ്ടാവുക. അതിന്റെ റെക്കോർഡിങ്ങും അവൈലബിൾ ആയിരിക്കും. തികച്ചും സൗജന്യമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ ഈ ചാനലും ഫോളോ ചെയ്യുക. ചാനലിലും ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊപ്പം. കേരള PSC പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, അൺഅക്കാഡമിയിൽ അതിനായി സൗജന്യ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. കുറഞ്ഞ കാലം കൊണ്ട് സിലബസ് മുഴുവൻ വളരെ എഫക്റ്റീവായി കവർ ചെയ്യാനും പഠിച്ചവ പരിശോധിക്കാൻ ദിവസേന ടെസ്റ്റ് സീരീസുകൾ ചെയ്തു നോക്കുവാനും അൺഅക്കാഡമിയിലൂടെ കഴിയും. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലൂടെ അവരുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനും കഴിയുന്നു. അൺഅക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം നൽകുന്ന ബാച്ച് കോഴ്സുകളാണ്. ഓരോ പരീക്ഷകൾക്കും അതാത് സിലബസ് അനുസൃതമായി തയ്യാറാക്കിയ ബാച്ച് കോഴ്സുകൾ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കും. മാറിയ PSC പാറ്റേൺ അനുസരിച്ച് പരിഷ്കരിച്ച പാഠ്യപദ്ധതികൾ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും നൽകി സൗജന്യമായി രജിസ്റ്റർ ചെയ്യുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ കേരള PSC സെലക്ട് ചെയ്യാൻ മറക്കേണ്ട. ഇനി എഡ്യൂട്രസ് 10 എന്ന അൺലോക്ക് കോഡ് ഉപയോഗിച്ച് സൗജന്യ ലൈവ് ക്ലാസുകൾ കണ്ടു തുടങ്ങാം. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്.